ശരത് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഞാനത് ചെയ്തു കൊടുക്കാൻ പോവാ. നിത്യയെ ഈ വീട്ടിൽ വെച്ച് ശരത്തിന് കൈപിടിച്ചു കൊടുക്കാൻ പോവാ. ആരോടും പറയണ്ടെന്ന ശരത്ത് പറഞ്ഞു. മനോഹരേട്ടനോട് പറയണമല്ലോ, അതാ ഞാൻ പറഞ്ഞത്. നിത്യ സമ്മതിക്കുമെന്നൊന്നും എനിക്കറിയില്ല. സമ്മതിപ്പിക്കണം, എങ്ങനെയെങ്കിലും ആ കല്യാണം നടത്തണം. ഇത്രയും കാലം എല്ലാവരുടെ സമ്മതത്തിന് വേണ്ടി ഞാൻ കാത്തുനിന്നു. ഇനി അത് പറ്റില്ല. ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടാ വരുന്നത്. ദേവിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിത്യയ്ക്കോ നമുക്കോ ഒരിക്കലും ഒരു നന്മയും വരാൻ പോകുന്നില്ല. അതുകൊണ്ടാ ശരത്ത് പറഞ്ഞത് ഞാൻ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. നാളെ ഒരിക്കൽ ഇതിന്റെ പേരിൽ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമായിരിക്കും. എനിക്കത് പ്രശ്നമല്ല. നിത്യയുടെ ഭാവി അതുമാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ കല്യാണം നടക്കും. അപ്പോ ഇനി എന്താ പരിപാടി? അവൻ പറ്റിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാ. അതൊരു പണിഷബിൾ ഒഫൻസ്. തക്കതായ ശിക്ഷ കിട്ടേണ്ട കുറ്റം. ഉറപ്പായിട്ടും അത് വാങ്ങിക്കൊടുത്തിരിക്കും. അല്ല സിദ്ധു, ഇവൻ എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? പറഞ്ഞല്ലോ, മറ്റൊരു വിഷ്ണുവിന്റെ വിവരങ്ങളാണ് ഇവൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2 വർഷം മുൻപ് ആലപ്പുഴയിൽ ഇതുപോലൊരു കേസുണ്ടായിരുന്നു. അവസാനം പിടിച്ചപ്പോഴാ എല്ലാവർക്കും സത്യം മനസ്സിലായത്. ചന്ദ്രയ്ക്കും ഈ വിവരം അറിയായിരിക്കും അല്ലേ? ഉറപ്പല്ലേ, അവൾക്ക് എല്ലാം അറിയാം. ചന്ദ്ര എന്നിട്ടും എന്തിനാ വിഷ്ണുവിനെ ഇങ്ങനെ പേടിക്കുന്നത്? അതിന് വേറെന്തെങ്കിലും ഒരു കാരണം കാണും. എന്തായാലും നമ്മൾ തേടി നടന്ന വിവരങ്ങളാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് വിഷ്ണുവിനെ പൂട്ടാൻ പറ്റും. ആൾമാറാട്ടമാണ് കേസ്. കൂടെ നിന്നവരും അകത്ത് പോകുന്ന കേസാ. ചിലപ്പോ കൂടുതൽ ചന്ദ്രയ്ക്കും കിട്ടും പണി. ഈ ഒരു കാര്യം മാത്രം പോരെ ഡിവോഴ്സ് കിട്ടാൻ? ഏയ്, അതിനിത് മാത്രമൊന്നും പോരാ. വിഷ്ണു മാത്രമല്ല, ചന്ദ്രയും ഈ കേസിൽ പെടണം. അങ്ങനെ പെട്ട അതൊരു ഗ്രൗണ്ടാ. ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും. ഡിവോഴ്സ് വേഗം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ സിദ്ധുവിന്റെ അവസ്ഥ കാണുമ്പോൾ ഉള്ളിലൊരു വിഷമം. ഇങ്ങനൊരു തട്ടിപ്പ് നടത്താൻ ധൈര്യമുള്ളവര് ഏതറ്റം വരെയും പോവും. അതുകൊണ്ട് സൂക്ഷിക്കണമല്ലോ. സൂക്ഷിക്കണം. എന്തായാലും യാത്ര ഗംഭീരമായി. അതുകൊണ്ട് ഗുണമുണ്ടായി. അതെ, ഇനി ബാക്കി സിദ്ധുവിന്റെ കയ്യിലായിരിക്കുന്നത്. ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓങ്ങി ഓങ്ങി ഇരിക്കുമായിരുന്നു ഞാൻ ഇതുപോലത്തെ ഒരു വിഷയം കിട്ടാൻ വേണ്ടി. ഇന്നു മുതൽ ചന്ദ്രയുടെ കഷ്ടകാലം തുടങ്ങി. ഇനി അവൾക്ക് രക്ഷയില്ല. വരുന്ന വഴിക്ക് ഞാനൊരു ജോത്സ്യനെ കണ്ടു. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നല്ലോ. എന്തുപറ്റി? പുതിയൊരു ഓഫീസ് തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ ഉദ്ഘാടനത്തിന് സമയം കുറിക്കണമല്ലോ. അത് കയ്യോടെയും കുറിച്ച് മേടിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ ആ മുഹൂർത്തം. നന്നായി. എത്രയും പെട്ടെന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്യണമെന്നാ എനിക്ക്. നമ്മുടെ ഓഫീസ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സിദ്ധുവിന്റെ മുൻപിൽ എനിക്കൊരു അന്തസ്സുണ്ടാവൂ. അയാളെക്കാളും വലിയ വക്കീലാവണം വിഷ്ണു എനിക്ക്. അതാ എന്റെ ലക്ഷ്യം. അതൊക്കെ നടന്നോളും. എടീ, കഠിനാധ്വാനവും ഭാഗ്യവും അത് രണ്ടുമാ ഒരു മനുഷ്യനെ ആരെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത്. ഇതുവരെ നമുക്കതുണ്ടായിരുന്നില്ല. ഓഫീസ് തുടങ്ങുന്നോടെ അതുണ്ടാവുമെന്ന് എന്റെ പ്രതീക്ഷ. പ്രധാനപ്പെട്ട 3-4 കേസുകൾ നമുക്ക് കിട്ടണം. സീനിയർ വക്കീലന്മാർക്ക് കിട്ടുന്ന കേസുകളിൽ ചിലത് അവർക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റിയാലും മതി.
ആ വഴിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കഴിയുന്നതും നീ തന്നെ ആയിരിക്കും കോടതിയിൽ ഹാജരാകുന്നത്. വക്കാലത്ത് വാങ്ങുന്നതും നിന്റെ പേര് തന്നെ ആയിരിക്കും. അത്യാവശ്യ സമയത്ത് മാത്രമേ ഞാൻ കോടതിയിലോട്ട് വരും. അതെന്താ? എടീ, എനിക്ക് പ്രശസ്തനാവണമെന്നോ പേരെടുക്കണമെന്നോ ഒരാഗ്രഹമില്ല. എൻ്റെ ലക്ഷ്യം പണം. അതിന് ഞാൻ ഓഫീസിലിരുന്നാലും മതിയല്ലോ. പക്ഷെ നിനക്കങ്ങനല്ലല്ലോ, ഒരുപാട് സ്വപ്നങ്ങളില്ലേ? എന്റെ പേരും പ്രശസ്തിയും നാട് മുഴുവനും പരക്കണം വിഷ്ണു. ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലെന്നൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ എനിക്കും ആവാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധു അതിനെന്നെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നടന്നില്ല. ഇനി വിഷ്ണു വേണം എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ. ഞാൻ പറയുന്ന അനുസരിച്ച് എൻ്റെ കൂടെ നിന്ന് നിന്റെ എല്ലാ ആഗ്രഹവും നടക്കും. ഇത്രയും കാലം ഞാൻ കൂടെ തന്നെ നിന്നല്ലോ, ഇനിയും നിൽക്കും. അതിലൊരു സംശയവും വിഷ്ണുവിന് വേണ്ട. എങ്കിൽ സ്വപ്നം കണ്ടു തുടങ്ങിക്കോ. നിന്റെ കാലം തെളിഞ്ഞു തുടങ്ങി മോളെ. അങ്ങോട്ട് വരാവോ? ആ പിന്നെന്താ, വന്നാട്ടെ. ഇതൊക്കെ അമ്മയുടെയാ? ആ കല്യാണം കഴിഞ്ഞാ പിന്നെ നിത്യമോടെ ആവും. ഇതൊക്കെ പഴയ പണിയാണല്ലോ. എനിക്കും പഴക്കമുണ്ടല്ലോ. എന്താ പഴയ പണി പ്രഭാവതിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് അത് തന്നെയാ ഇഷ്ടം. ആ മെഷീൻ കട്ടൊക്കെ എന്തിനു കൊള്ളാം. ആ സ്വർണ്ണപ്പണിക്കാര് പണിയുന്ന തന്നെയാ നല്ലത്. പ്രഭമോക്ക് ഇഷ്ടമായോ ഇതൊക്കെ? പിന്നെ കല്യാണം കഴിയുമ്പോഴേ നിത്യമോടെ അടുത്തുനിന്ന് വാങ്ങിച്ചാ മതി. എന്റെ ഈ കഴുത്തി കിടക്കുന്ന മാലയടക്കം നിത്യക്കുള്ളതാ. പക്ഷെ ഇട്ടുപോകുമ്പോ സൂക്ഷിക്കണം കേട്ടോ. സ്വർണത്തിന്റെ വില ഇപ്പൊ എന്താന്നറിയാവോ? പിന്നെ മോഷ്ടിച്ചുകൊണ്ടും പോവും. അതിപ്പോ വീട്ടിലാണെങ്കിലും മോഷണം നടക്കില്ലേ? ആ അമ്മയ്ക്കിത് ലോക്കറിൽ കൊണ്ട് വയ്ക്കാമായിരുന്നില്ലേ? എനിക്ക് ഈ ലോക്കറൊന്നും ഇല്ലെന്നേ. നിത്യക്കില്ലേ? ഇവിടെ ദേവികയ്ക്ക് മാത്രമേ ഉള്ളൂ. അവളെ ആണെങ്കിൽ ദേപ്പിക്കാനൊരു പേടി. ഒരാവശ്യം വരുമ്പോ അവള് തിരിച്ചു തന്നില്ലെങ്കിലോ? ദേവിക അങ്ങനെ ചെയ്യോ? അവൾ ഒരുപാട് മാറി പ്രഭാവതി. മനുഷ്യരല്ലേ, സ്ത്രീയല്ലേ. സ്വർണം കണ്ട കണ്ണു മഞ്ഞളിക്കല്ലെന്ന് ആര് കണ്ടു? കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം എന്നല്ലേ പ്രമാണം. അത് ശരിയാ. എന്നാ എല്ലാം എടുത്തു വെച്ചോ, വേറെ ആരും കാണണ്ട.